ദേശമുണർന്നാൽ ഒരു ഭവനത്തിൽ അഗ്നിമഴ പെയ്തിടും. പരിശുദ്ധാത്മാവേ കൃപ ചൊരിയണമേ, പരിശുദ്ധാത്മാവേ ശക്തി പകരണമേ. പ്രിയപ്പെട്ടവരെ, ആരാധിക്കുന്ന ഓരോ വ്യക്തിയുടെ ജീവിതത്തിൽ വിശുദ്ധ ഗ്രന്ഥം ഇഷ്ടം പോലെ അഭിഷേകവും അനുഗ്രഹവും വാരി വിതറുകയാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. അപ്പോൾ പുറപ്പാട് പുസ്തകം 23-ാം അധ്യായം 25-ഉം 26-ഉം 4 വാഗ്ദാനങ്ങളെ എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ 4 കാര്യങ്ങളും നമ്മുടെ അടിസ്ഥാന സൗകര്യങ്ങളാണ്, അടിസ്ഥാന കാര്യങ്ങളാണ്. നമ്മുടെ അനുദിന ജീവിതത്തിൽ നമുക്ക് വേണ്ട 4 അടിസ്ഥാന കാര്യങ്ങളാണ്. അതിൽ ഒന്നാമതായിട്ട് വചനം പറഞ്ഞിരിക്കുന്നത്, നിങ്ങളുടെ ദൈവമായ കർത്താവിനെ നിങ്ങൾ ആരാധിക്കുക, അപ്പോൾ എന്ത് സംഭവിക്കും? നിങ്ങളുടെ ഭക്ഷ്യവും പാനീയവും ആശീർവദിക്കപ്പെടും. എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ഭക്ഷ്യവും പാനീയവും. ഭക്ഷ്യം എന്ന് പറഞ്ഞാൽ അപ്പം, പാനീയം വെള്ളം, അല്ലേ? ഈശോ തന്നെ നമ്മളെ പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ചപ്പോൾ പറഞ്ഞ ഒരു കാര്യം, സ്വർഗസ്ഥനായ പിതാവിനോട് നമ്മൾ എന്തിനു വേണ്ടി പ്രാർത്ഥിക്കണം? അന്നന്ന് വേണ്ട അപ്പം, ആഹാരം നൽകണമേ. ആഹാരം, ഭക്ഷ്യം. ഭക്ഷ്യവും പാനീയവും എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം നമ്മുടെ ഭൗതിക സമൃദ്ധി, മെറ്റീരിയൽ ബ്ലെസ്സിങ്ങിനെ കുറിച്ചാണ്. നമ്മുടെ പലരുടെ ഓട്ടം എന്തിനു വേണ്ടിയിട്ടാണ്? കഴിഞ്ഞ ദിവസം ഒരാളെ ധ്യാനത്തിന് വിളിച്ചതാണ്. ധ്യാനത്തിന് വിളിച്ചപ്പോഴത്തേക്ക് എന്നോട് പറഞ്ഞു, അച്ഛാ അരി മേടിക്കണ്ടേ? ഞാൻ ചോദിച്ചു, മേടിച്ചോ? അല്ല അച്ഛാ, ധ്യാനത്തിന് വന്നാൽ പിന്നെ അരി മേടിക്കണ്ടേ? ഞാൻ ഓടുന്നതുകൊണ്ട് അച്ഛാ വീട്ടിലെ കാര്യങ്ങൾ. ഞാൻ പറഞ്ഞു, ഇപ്പോൾ വീട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ അത്ര ശുഭകരമല്ലല്ലോ. അല്ല അച്ഛാ, അതൊക്കെ അവർക്ക് പറയാം. ഞാനാണ് അരി മേടിക്കുന്നത്, ഞാനാണ് അരി മേടിക്കുന്നത്. അപ്പം ഇയാൾ ഒത്തിരി ഓടുന്നുണ്ട്, അരിയൊക്കെ മേടിക്കുന്നുണ്ട്, പക്ഷേ വീട്ടിലെ അവസ്ഥ വളരെ മോശമാണ്. അപ്പം അതുകൊണ്ടൊരു ധ്യാനം ഇവർക്ക് അത്യാവശ്യമാണെന്നത് കൊണ്ടാണ് ഇദ്ദേഹത്തോട് പറഞ്ഞത്. അപ്പോൾ ഇയാൾ പറഞ്ഞത്, അച്ഛാ ഞാൻ അരി മേടിക്കണ്ടേ? അരി മേടിച്ചോളൂ, പക്ഷേ ഈ അരി മേടിച്ചാൽ കഴിക്കുന്നത് ദഹിക്കണ്ടേ? നമ്മുടെ ഉള്ളിൽ അത് പ്രവർത്തിക്കണ്ടേ? കുടുംബത്തിൽ സമാധാനം വേണ്ടേ? അത് പലരും മറന്നുപോകും. വചനം പഠിപ്പിക്കുന്നു, നിന്റെ ദൈവമായ കർത്താവിനെ നീ ആരാധിച്ചാൽ നിന്റെ ഭക്ഷ്യവും പാനീയവും ആശീർവദിക്കപ്പെടും. ഫസ്റ്റ് സെർച്ച് ദ കിങ്ഡം ഓഫ് ഗോഡ്. മത്തായി സുവിശേഷം 6:31, 32, 33 അറിയാവുന്ന വചന ഒന്ന് പറഞ്ഞേ. മത്തായി സുവിശേഷം 6-ാം അധ്യായം അതിന്റെ 31, 32, 33 വായിച്ചോ. അതിനാൽ എന്ത് ഭക്ഷിക്കും, എന്ത് പാനം ചെയ്യും, എന്ത് ധരിക്കും എന്ന് വിചാരിച്ച് നിങ്ങൾ ആകുലരാകേണ്ട. നമ്മുടെ ആകുലത ഏതാ? ഈ പറഞ്ഞതാ നമ്മുടെ ആകുലത. ഇതാ വചനം പറയുന്നു, നീ ഇതിനെക്കുറിച്ച് ആകുലപ്പെട്ടുകൊണ്ടിരിക്കണ്ടെന്ന്. ഇതിനെക്കുറിച്ച് ആകുലപ്പെട്ടുകൊണ്ടിരിക്കണ്ട. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയാ, ഹല്ലേലൂയാ, ഹല്ലേലൂയാ. കേട്ടോ, നമ്മുടെ പലരുടെ ആകുലത എന്തിനെക്കുറിച്ചാണെന്ന് ചിന്തിച്ചാൽ മതി. എന്തിനെക്കുറിച്ചാണെന്ന് ചിന്തിച്ചാൽ മതി. പലരുടെ ആകുലത എന്തിനെക്കുറിച്ചാണ്? വചനം പറയുന്നത്, എന്ത് ഭക്ഷിക്കും, എന്ത് പാനം ചെയ്യും, എന്ത് ധരിക്കും എന്ന് വിചാരിച്ച് നിങ്ങൾ ആകുലരാകേണ്ട, ആകുലരാകേണ്ട. കഴിഞ്ഞ ദിവസം ഇവിടെ ഒരു ശുശ്രൂഷയ്ക്ക് വേണ്ടിയിട്ട്, അവരൊന്ന് കാണാൻ വേണ്ടിയിട്ട് ഒരു കുടുംബം വരുക. അപ്പോൾ അവർ പറഞ്ഞ സമയം കഴിഞ്ഞ് 2 മണിക്കൂർ കഴിഞ്ഞാണ് വന്നത്. അപ്പോൾ ഞാൻ ചോദിച്ചു, എന്താ വൈകിയത്? നിങ്ങൾ വരുമെന്ന് കരുതി ഞാൻ ഇത്രയും നേരം കാത്തിരുന്നില്ലേ? അപ്പോൾ അമ്മ മകളെ ചൂണ്ടിക്കാണിച്ച്, അച്ഛാ ഇവൾ ഒരുങ്ങാൻ വേണ്ടി പോയതാ. ഞാൻ പറഞ്ഞു, ഒരുങ്ങാൻ? എന്തൊരുങ്ങാൻ? ഇങ്ങോട്ടല്ലേ വന്നത്? വേറെ ഫാഷൻ ഷോയ്ക്കൊന്നും അല്ലല്ലോ പോയത്. കാര്യമായ ഒരുക്കമൊന്നും നടത്തതായിട്ട് കാണാനും ഇല്ല. അപ്പോൾ ചോദിച്ചു വന്നപ്പോഴത്തേക്കാണ് അമ്മ പറഞ്ഞത്, അച്ഛാ രാവിലെ ഈ മകൾ എന്ത് ടോപ്പ് ഇട്ടുകൊണ്ട് ഇങ്ങോട്ട് വരണം എന്നുള്ളതായിരുന്നു അവളുടെ ഉത്കണ്ഠ. അപ്പം ഞാൻ പറഞ്ഞു, ഒന്നും ഇല്ലേ, ഡ്രസ്സ് ഇല്ലേ? ഇല്ലേന്ന്. ഒരലമാരി മുഴുവൻ ഇരിക്കുക അച്ഛാ, ഒരലമാരി മുഴുവൻ ഇരിക്കുക. അത് മുഴുവൻ ഇവളുടെ ടോപ്പാ. ഇവൾ ഒരെണ്ണം എടുക്കും മാറ്റിയിടും, ഒരെണ്ണം എടുക്കും മാറ്റിയിടും, ഒരെണ്ണം എടുക്കും മാറ്റിയിടും. അച്ഛാ ഈ കഴിഞ്ഞ 2.5 മണിക്കൂറായിട്ട് ഇവളുടെ വീട്ടിൽ കിടന്ന് കാണിച്ചുകൊണ്ടിരുന്ന ഇതാണ്. എന്തായിരുന്നു ഇവളുടെ ഉത്കണ്ഠ? എന്തിടും, എന്തിടും. ഇടാനില്ലാഞ്ഞിട്ടാണോ? അല്ല, ഇത്രയോ ഉണ്ടായിട്ട് ഈ അവസ്ഥ. നമുക്ക് പിന്നെ ബാധകമല്ലല്ലോ. വെള്ള വസ്ത്രം ധരിച്ച് ഇങ്ങോട്ട് പോന്നാൽ മതിയല്ലോ. ഒരെണ്ണേ ഉള്ളോ? 2-3 ഉണ്ട്. ദൈവം അനുഗ്രഹിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയാ. അതായത് ശ്രദ്ധിച്ചേ, വചനം പഠിപ്പിക്കുന്നത്, നിങ്ങൾ എന്തിനെക്കുറിച്ചാണ് നിങ്ങൾ ഉത്കണ്ഠപ്പെടുന്നത്? എന്ത് ഭക്ഷിക്കും, എന്ത് പാനം ചെയ്യും, എന്ത് ധരിക്കും എന്ന് വിചാരിച്ച് നിങ്ങൾ ആകുലരാകേണ്ട. വിജാതീയരാണ് ഇവയെല്ലാം അന്വേഷിക്കുന്നത്, നിങ്ങൾക്കിവയെല്ലാം ആവശ്യമാണെന്ന് നിങ്ങളുടെ സ്വർഗീയ പിതാവ് അറിയുന്നു. 33-ാം വചനം, നിങ്ങൾ ആദ്യം
അവിടുത്തെ രാജ്യവും അവിടുത്തെ നീതിയും അന്വേഷിക്കുക, അതോടൊപ്പം മറ്റുള്ളവയെല്ലാം നിങ്ങൾക്ക് ലഭിക്കും. ഫസ്റ്റ് സെർച്ച് ദ കിങ്ഡം ഓഫ് ഗോഡ്. എല്ലാം എവ്രിതിങ് വിൽ ആഡ് ടു ഇറ്റ്. അതിൻ്റെ കൂടെ ബാക്കി എല്ലാം കിട്ടും. ദൈവത്തെ അന്വേഷിച്ചാൽ, ദൈവത്തോട് നീ സ്നേഹമുണ്ടെങ്കിൽ ബാക്കി എല്ലാം നിനക്ക് കൂടെ കിട്ടുമെന്ന് ശ്രുതി പറഞ്ഞ ഹല്ലേലൂയാ, ഹല്ലേലൂയാ. കേട്ടോ, ദൈവത്തെ അന്വേഷിച്ചാൽ ബാക്കി എല്ലാം കൂടെ കിട്ടും. അടുത്തിരിക്കുന്ന ആളോട് പറഞ്ഞു കൊടുത്തേ, ദൈവത്തെ അന്വേഷിച്ചാൽ, ദൈവത്തെ സ്നേഹിച്ചാൽ ബാക്കിയെല്ലാം കൂടെ കിട്ടും. ഹല്ലേലൂയാ. ഇത് നമ്മൾ വിശ്വസിക്കണം, പഠിക്കണം കേട്ടോ. സങ്കീർത്തനം 23:1 നമ്മൾ എന്താ പ്രഖ്യാപിക്കുന്നത്? അറിയാവുന്ന വചനമാണല്ലോ പറഞ്ഞേ. സാം 23:1 പറഞ്ഞേ, കർത്താവിന്റെ ഇടയനാവുന്നു, എനിക്കൊന്നിനും കുറവുണ്ടാവുകയില്ല. കണ്ടോ, ഒന്നിനും കുറവുണ്ടാവുകയില്ല. കർത്താവിന്റെ ഇടയനാവുന്നു, എനിക്കൊന്നിനും കുറവുണ്ടാവുകയില്ല. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ടാണ് നമ്മളെ പഠിച്ചിട്ടുള്ളൊരു വചനമാണ് ഫിലിപ്പി ലേഖനം 4-ാം അധ്യായം 19-ാം തിരുവചനം. ഫിലിപ്പി 4:19 അറിയാവുന്നവർ കാണാതെ പറഞ്ഞോ. എന്റെ ദൈവം തന്റെ സർവമഹത്വത്തിന്റെ സമ്പന്നതയിൽ നിന്ന് യേശു ക്രിസ്തു വഴി നിങ്ങൾക്ക് ആവശ്യമുള്ളതെല്ലാം നൽകും. കണ്ടോ, ആവശ്യമുള്ളതെല്ലാം നൽകും. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. നമുക്ക് എന്തെല്ലാം ആവശ്യമുണ്ടോ അതെല്ലാം ദൈവം തരും. ദൈവം തരുമെന്ന്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയാ. ഇന്നലെ ധ്യാനത്തിന് വന്ന ഒരു സ്ത്രീ, ബാംഗ്ലൂരിൽ നിന്ന് വന്നൊരു സ്ത്രീയാണ്. ഈ സ്ത്രീ ധ്യാനത്തിന് വന്ന 1-ാം ദിവസം തൊട്ട് എൻ്റെ ദൈവമേ, ഈ സ്ത്രീ ഇങ്ങനെ തല മുഴുവൻ പുകയുന്ന പോലെ നടക്കുക, ഓടി ഓടി നടക്കുന്നു. അച്ഛാ, എൻ്റെ മകൻ്റെ കാര്യം. ഞാൻ ചോദിച്ചു, എവിടെ മകൻ? അവൻ വന്നിട്ടില്ല, അവൻ വീട്ടിൽ ഇരിക്കുക. അച്ഛാ, അവനൊരു ജോലി നഷ്ടപ്പെട്ടത് കൊണ്ട് അവൻ ഭയങ്കര ഡിപ്രഷനിലോട്ട് പോയിരിക്കുന്നു. അതാ അസ്വസ്ഥത. യോ അച്ഛാ. അപ്പം ഞാൻ ചോദിച്ചു, എങ്ങനെ ഇവിടെ വന്നു? അച്ഛാ, ഞാൻ ഒന്നും ആലോചിച്ചില്ല, കണ്ണും പൂട്ടി ഞാൻ പോട്ട ആശ്രമത്തിലോട്ട് പോന്നു. ബാംഗ്ലൂരിൽ ഇരുന്ന എനിക്ക് ഒരു പ്രചോദനം കിട്ടി, നേരെ പോട്ട ആശ്രമത്തിലോട്ട് പോവുക, അവിടെ ഉത്തരം കിട്ടുമെന്ന്. അച്ഛാ, ഉത്തരം പറ അച്ഛാ. ഞാൻ പറഞ്ഞു, എനിക്കറിഞ്ഞുകൂടാ ചേച്ചി, നമുക്ക് പ്രാർത്ഥിക്കാം. അപ്പോൾ ഞായറാഴ്ച ഇവിടെ ആകപ്പാടെ ചിലരെയൊക്കെ ഇവിടെ കണ്ടിട്ടുണ്ടാവും. ഇവർ വെരുകിനെ പോലെ ഈ ചേച്ചി ഓടി നടന്നതാണ്. ഇന്നലെ വന്ന് ആ ചേച്ചി ഒരു സാക്ഷ്യം പറഞ്ഞു. അപ്പോൾ ഇന്നലെ രാവിലെ നമ്മൾ ധ്യാനം രാവിലെ ഉച്ചയ്ക്കാണ് കഴിയുന്നതെങ്കിൽ രാവിലെ ഞങ്ങൾ മൊബൈൽ ഫോണൊക്കെ കൊടുക്കും. അവർക്ക് മൊബൈൽ ഫോൺ കൊടുക്കും, തിരിച്ചു കൊടുക്കും. യാത്രയുടെ കാര്യങ്ങളൊക്കെ ക്രമീകരിക്കും. ധ്യാനത്തിന് വരുമ്പോൾ മൊബൈൽ മേടിച്ച് വെക്കും. അപ്പോഴാണ് സങ്കടം കാണേണ്ടത് പലരുടെയും. അയ്യോ, ചങ്ക് പറഞ്ഞു പോകണ പോലത്തെ അവസ്ഥയാണ്. കാരണം മൊബൈലില്ലാതെ എങ്ങനെ ഞാൻ ജീവിക്കും, അല്ലേ? അപ്പോൾ നമ്മളത് മേടിച്ച് ഇവിടെ വെക്കും. അവരുടെ ചങ്ക് മേടിച്ച് നമ്മളവിടെ വെക്കും. എന്നിട്ട് ഇന്നലെ തിരിച്ചു കൊടുക്കും. അപ്പോൾ ഇന്നലെ ഈ ചേച്ചിയോട് ഞാൻ പൊതുവെ പറഞ്ഞു, നിങ്ങൾ ഉച്ച സമയത്തെ നിങ്ങൾ മൊബൈൽ ഫോൺ തുറക്കാവൂ. നിങ്ങൾ അത്യാവശ്യമുള്ളവർ മാത്രം, യാത്രാ കാര്യങ്ങൾ മാത്രം ക്രമീകരിക്കാൻ മൊബൈലൊക്കെ ഓൺ ചെയ്തോളൂ. അല്ലെങ്കിൽ മൊബൈൽ ഫോൺ എടുക്കേണ്ട കാര്യമില്ല. ധ്യാനം കഴിഞ്ഞിട്ട് മതി. നിങ്ങളുടെ അഭിഷേകം കളയണ്ട, ആരാധന പ്രാർത്ഥനയൊക്കെ ഉണ്ടതാ. പക്ഷേ ഇപ്പോൾ ഈ ചേച്ചി വന്നിട്ട് പറയാം, അച്ഛാ ക്ഷമിക്കണം, അച്ഛൻ പറഞ്ഞത് ഞാൻ അനുസരിച്ചില്ല, ഞാൻ എൻ്റെ മൊബൈൽ ഫോൺ തുറന്നു. അച്ഛാ, എൻ്റെ ഒരു തിരിച്ചുള്ള യാത്ര ടിക്കറ്റിൻ്റെ കാര്യമൊക്കെ നോക്കാനാണ്. പക്ഷെ അച്ഛാ, ഞാൻ ഞെട്ടി അച്ഛാ. ഞാൻ പറഞ്ഞു, എന്നത്തിന് ഞെട്ടിയത്? അച്ഛാ, ഇന്ന് രാവിലെ എൻ്റെ മകൻ്റെ മെസ്സേജ് അച്ഛാ കാണച്ചാ, എൻ്റെ മകന് ഒരു നല്ല ജോലി റെഡി ആയിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. അച്ഛാ, എനിക്ക് സന്തോഷായി അച്ഛാ. ഞാൻ ഈ പോട്ട ആശ്രമത്തിലോട്ട് വന്നത് അച്ഛാ, എനിക്ക് ആശ്വാസമായി, എൻ്റെ ഭാരം മാറി. അടുത്ത സെന്റൻസ് അതാ, എൻ്റെ ഭാരം മാറി അച്ഛാ. എനിക്ക് തുള്ളിച്ചാടാനുള്ള സന്തോഷം. ജോലി കിട്ടിയതിനേക്കാൾ ഉപരിയായി, ജോലി അല്ലായിരുന്നു അച്ഛാ, ജോലി ഒരു വശത്ത്, പക്ഷെ അതിനേക്കാൾ ഉപരിയായി എൻ്റെ കർത്താവ് എനിക്കൊരടയാളം തന്നു. അതാണ് എൻ്റെ വിശ്വാസം. എനിക്കൊരടയാളം തന്നു. ഹല്ലേലൂയാ. ദൈവത്തെ സ്നേഹിക്കാൻ തീരുമാനിക്കുമ്പോൾ ദൈവം ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം ക്രമീകരിക്കും. പ്രൈസ് ദി ലോർഡ്. ഇത് നമ്മൾ വിശ്വസിക്കണം. പ്രശ്നങ്ങൾ ഉണ്ടാവില്ല എന്നല്ല, ദുരിതങ്ങൾ ഉണ്ടാവില്ല എന്നല്ല, രോഗങ്ങൾ ഉണ്ടാവില്ല എന്നല്ല, ഇതെല്ലാം ഉണ്ടാകും. പക്ഷേ ഇതിനിടയിൽ നമുക്ക് മുമ്പോട്ട് പോകാൻ കർത്താവ് ചില അടയാളങ്ങൾ തന്ന്, അത്ഭുതങ്ങൾ തന്ന് നമ്മളെ ഇങ്ങനെ മുമ്പോട്ട് ചലിപ്പിച്ചുകൊണ്ടിരിക്കും. ഹല്ലേലൂയാ. നിന്റെ ദൈവമായ കർത്താവിനെ നീ ആരാധിക്കുവിൻ. നിന്റെ ഭക്ഷ്യവും പാനീയവും നിന്റെ ഭൗതിക സമൃദ്ധി കർത്താവ് അനുഗ്രഹിക്കും. ശ്രദ്ധ പറഞ്ഞ ഹല്ലേലൂയാ. രണ്ടാമതായിട്ട് പറഞ്ഞിരിക്കുന്നത് എന്താ? നിങ്ങളുടെ രോഗം നിർമാർജനം ചെയ്യും, നീക്കിക്കളയും. വിശുദ്ധ ഗ്രന്ഥം നമുക്ക് നൽകുന്ന ഒരു ഉറപ്പ്, ബൈബിളിന്റെ ആരംഭം മുതലുള്ള ഒരു ഉറപ്പെന്ന് പറഞ്ഞാൽ എന്താണെന്നറിയാവോ? നിന്നെ സുഖപ്പെടുത്തുന്ന ദൈവം ഞാനാകുന്നു. പുറപ്പാട് പുസ്തകം 15-ാം അധ്യായം അതിന്റെ 26-ാം തിരുവചനം നമുക്കറിയാവുന്ന വചനമാണ്. പറഞ്ഞ ഒച്ചത്തിൽ പറഞ്ഞേ.
ഞാനാണ് നിന്നെ സുഖപ്പെടുത്തുന്ന കർത്താവ്. എന്ന് പറഞ്ഞാൽ സൗഖ്യത്തെക്കുറിച്ച് ഇവിടെ ഇരിക്കുന്നവര് ഭാരപ്പെടുന്നുണ്ടെങ്കിൽ, ഏതെങ്കിലും രോഗപീഠകളെക്കുറിച്ച് ഭാരപ്പെടുന്നുണ്ടെങ്കിൽ വിശ്വസിച്ചു കൊള്ളുക. വിശുദ്ധ ഗ്രന്ഥം നമുക്ക് നൽകുന്ന ഉറപ്പെന്നാണെന്നറിയാവോ? ആവർത്തിച്ച് പഠിപ്പിക്കുന്നത് നിന്നെ സൗഖ്യപ്പെടുത്തുന്ന ദൈവം ഉണ്ട്. പറഞ്ഞേ ഹല്ലേലൂയാ, ഹല്ലേലൂയാ. നീ ഇന്ന് കടന്നു പോകുന്ന അവസ്ഥകളിൽ ഞെരുങ്ങി വിഷമിച്ച് പരാതി പറഞ്ഞ് പിറുപിറുത്ത് ജീവിക്കേണ്ടതല്ല. നിനക്ക് രക്ഷ നൽകുന്ന, സൗഖ്യം നൽകുന്ന ഒരു ദൈവം ഉണ്ട്. ഹല്ലേലൂയാ. സങ്കീർത്തനം 103 അതിൻ്റെ 3ഉം 4ഉം തിരുവചനം വായിച്ചാലോ? 2, 3 വായിച്ചോ. സങ്കീർത്തനം 103, ബുക്ക് ഓഫ് സാം ചാപ്റ്റർ 103, 103 അതിൻ്റെ 2ഉം 3ഉം തിരുവചനം. എന്റെ ആത്മാവേ കർത്താവിനെ വാഴ്ത്തുക, കർത്താവിനെ വാഴ്ത്തുക. അവിടുന്ന് നൽകിയ അനുഗ്രഹമൊന്നും മറക്കരുത്. അവിടുന്ന് നിന്റെ അകൃത്യങ്ങൾ ക്ഷമിക്കുന്നു, അവിടുന്ന് നിന്റെ അകൃത്യങ്ങൾ ക്ഷമിക്കുന്നു, നിന്റെ രോഗങ്ങൾ സുഖപ്പെടുത്തുന്നു. കണ്ടോ? ഹല്ലേലൂയാ. നിന്റെ രോഗപീഠകളെ സൗഖ്യപ്പെടുത്തുന്നു. ഹല്ലേലൂയാ. യാക്കോബ് ശ്ലീഹ എഴുതിയ ലേഖനം, ബുക്ക് ഓഫ് ജെയിംസ് ചാപ്റ്റർ 5 വേഴ്സ് 15, 5-ാം അധ്യായം 15-ാം തിരുവചനം ഏതാ? അറിയാവുന്നവർ പറഞ്ഞേ. വിശ്വാസത്തോടെയുള്ള പ്രാർത്ഥന രോഗിയെ സുഖപ്പെടുത്തും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയാ. വിശ്വാസത്തോടെയുള്ള പ്രാർത്ഥന രോഗിയെ സുഖപ്പെടുത്തും. നിന്റെ ജീവിതത്തിൽ ഇത് ശാരീരിക രോഗപീഠയെക്കുറിച്ച് മാത്രമൊന്നുമല്ല, ഏത് തരത്തിലുള്ള ഭാരമായിക്കൊള്ളട്ടെ കർത്താവ് നിന്നെ സുഖപ്പെടുത്തും. ഹല്ലേലൂയാ, ഹല്ലേലൂയാ, ഹല്ലേലൂയാ. ഇന്നലത്തെ മറ്റൊരു സാക്ഷ്യം, കണ്ണൂരിൽ നിന്ന് വന്ന ഒരു ചെറുപ്പക്കാരൻ, നല്ല മിടുക്കൻ ചെറുപ്പക്കാരൻ. ഇന്നലെ അവൻ പറഞ്ഞ സാക്ഷിയാണ്. അവൻ ഈ അൾത്താരയുടെ മുമ്പിലേക്ക് മൈക്ക് പിടിച്ചുകൊണ്ട് വന്നിട്ട് പറഞ്ഞ കാര്യം, ഞാനിങ്ങനെ ഈ സ്റ്റേജിൽ ഈ മൈക്ക് പിടിച്ചുകൊണ്ട് നിൽക്കുന്നത് തന്നെ അത്ഭുതമാണ്. കാരണം അവൻ പറഞ്ഞു, എനിക്കിങ്ങനെ ആൾക്കൂട്ടത്തിൻ്റെ മുമ്പിൽ നിൽക്കാൻ പേടിയാണ്, എനിക്ക് സ്റ്റേജ് ഫിയർ ഉണ്ട്, എനിക്ക് അപകർഷതാബോധമുണ്ട്, പക്ഷേ എന്നെ ഇവിടെ നിർത്തിയിരിക്കുന്നത് കർത്താവാണ്. മിടുക്കൻ. ഹല്ലേലൂയാ. എന്നിട്ട് അവൻ പറയാ, എനിക്ക് എന്തെന്നില്ലാത്ത സന്തോഷം എൻ്റെ ഉള്ളിൽ തോന്നുന്നു. അടുത്ത സെന്റൻസാ, എനിക്ക് എന്തെന്നില്ലാത്ത സന്തോഷം എനിക്ക് തോന്നുന്നു. എന്ത് തോന്നുന്നു? സന്തോഷം. അപ്പോൾ അവനിവിടെ ധ്യാനത്തിന് വന്ന അവസരത്തിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കഴിഞ്ഞ 1.5 വർഷമായിട്ട് അവൻ പള്ളി പ്രാർത്ഥനയെല്ലാം ഉപേക്ഷിച്ച് ചെറുക്കനാണ്. അപ്പോൾ അവരതിൻ്റെ കാരണങ്ങളൊക്കെ പറഞ്ഞു. അതിൽ പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവൻ വിചാരിച്ച പല കാര്യങ്ങളും നടന്നില്ല. ഇവൻ പരീക്ഷയിൽ പല കാര്യങ്ങളിലും പരാജയപ്പെട്ടു. മൊത്തത്തിൽ ഒരു അസ്വസ്ഥത. അപ്പോൾ ഇവൻ്റെ അങ്കിള് ഒരു വൈദികനുണ്ട്. അച്ഛനോട് പറഞ്ഞു, അച്ഛാ എനിക്കൊരു ധ്യാനം കൂടണം. അപ്പോൾ അങ്കിള് ഞെട്ടി, നിനക്ക് ധ്യാനമോ? കാരണം ഇവൻ ധ്യാനം, പള്ളി, പ്രാർത്ഥന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അലർജി ആയിട്ട് നടക്കുന്നവനാണ്. അപ്പോൾ അങ്കിളിൻ്റെ നിർദ്ദേശപ്രകാരം അവൻ ഇവിടെ എത്തിയത്. അപ്പോൾ ഇവൻ ഈ സ്റ്റേജിൽ ഇങ്ങനെ ഈ മയക്ക് പിടിച്ചുകൊണ്ട് പറഞ്ഞ മറ്റൊരു കാര്യം എന്താണെന്നറിയോ? ഞാൻ വർഷങ്ങൾക്ക് മുമ്പ് സെമിനാരിയിൽ വൈദികനാകാൻ പോയ ആളാണ്. എനിക്ക് ഒരു വൈദികനാകണമെന്നൊക്കെ ആഗ്രഹമുണ്ട്, പക്ഷെ കുഴപ്പം സ്റ്റേജിൽ ഇങ്ങനെ നിൽക്കാൻ പേടിയാണ്. അപ്പോൾ സെമിനാരിൽ ചെന്ന് അധിക നാൾ കഴിയുന്നതിന് മുമ്പ് അവിടെ ഒരു കൾച്ചറൽ പ്രോഗ്രാം, ഒരു കലാപരിപാടി അവതരിപ്പിക്കണം. അപ്പോൾ അവരൊരു നാടകം അറേഞ്ച് ചെയ്തു. അതിൽ ഇവനെയാണ് കേന്ദ്ര കഥാപാത്രം ഈശോയായിട്ട് തിരഞ്ഞെടുത്തത്. പറ്റിയ പാർട്ടി. ഇവൻ പറയുക, ഞാൻ ഈശോ. ഈ പരിപാടി എങ്ങനെ മുന്നോട്ട് നീങ്ങും? റിഹേഴ്സൽ മുന്നോട്ട് നീങ്ങുന്നു. പ്രോഗ്രാം തട്ടേ കയറുന്നതിൻ്റെ 10 ദിവസം മുമ്പ് സെമിനാരിയിൽ നിന്നിവൻ ചാടി. കാരണം ഇവന് സ്റ്റേജിൽ നിൽക്കാൻ പേടിയാ. സെമിനാരിയിൽ നിന്ന് ചാടിപ്പോന്നു. പിന്നെ ഇവൻ്റെ ജീവിതം കറങ്ങി 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 ആ പരീക്ഷ ഈ പരീക്ഷ, ജർമ്മൻ, കാനഡ, ഓസ്ട്രേലിയ, ILTC, OIT. എൻ്റെ പൊന്നോ, ഇവൻ പറയാണ് ഞാൻ ആകെ പരിവക്കേടായി. എന്നാൽ ഈ കഴിഞ്ഞ 1.5 വർഷമായിട്ട് പള്ളിയും പ്രാർത്ഥനയും ഒന്നും ഇല്ല, ആകപ്പാടെ ഞാൻ ജീവിതത്തിൽ തീർന്നു എന്ന് കരുതി നിന്ന് മാനസിക ദുഃഖത്തിൽ നിന്നതാ. ഇവൻ ഈ മൈക്ക് പിടിച്ചോണ്ട് പറയുകയാണ്, എന്നെ കർത്താവ് ഈ ജനക്കൂട്ടത്തിന്റെ മുമ്പിൽ നിർത്തി. കൈയടിച്ച് ഈശോയ്ക്ക് നന്ദി പറഞ്ഞ ഹല്ലേലൂയാ, ഹല്ലേലൂയാ. ഒരു വലിയൊരു സാക്ഷ്യമാണ്. ഒരുപക്ഷെ ഇവിടെ ഇരിക്കുന്ന ചിലരെ കേട്ടോണ്ടിരിക്കുമ്പോൾ ഇതിലെന്താ ഇത്ര വലിയ കാര്യമുള്ളതെന്നൊക്കെ ചിന്തിക്കും. പക്ഷേ ഓരോ മനുഷ്യന്റെ അവസ്ഥ, ഓരോ വ്യക്തിയുടെയും ഉള്ളിലൂടെ കടന്നു പോകുന്ന അവസ്ഥ അത് വളരെ വ്യത്യസ്തം. ആ ചെറുപ്പക്കാരനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ജീവിതത്തിലെ വലിയൊരു ഭാരമായിരുന്നു അത്. അവൻ ഇന്നോളം മറ്റുള്ളവരുടെ മുമ്പിൽ ഒളിച്ച് ജീവിച്ചുകൊണ്ടിരുന്നതാ. അവൻ്റെ ഈ കുറവിനെ മറ്റുള്ളവരുടെ മുമ്പിൽ കാണിക്കാതിരിക്കാൻ വേണ്ടി അവന് കുഴപ്പമില്ല എന്നും പറഞ്ഞ് നടന്നു.
എന്നാൽ അവന് ഈശോയുടെ മുമ്പിലിരുന്ന് യഥാർത്ഥ ആരാധനയും ശുശ്രൂഷയും നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ അവൻ്റെ ഉള്ളിൽ കർത്താവ് അതിശക്തമായി പ്രവർത്തിച്ചു. നല്ല കയ്യടി കർത്താവ് ഈശോയ്ക്ക് കൊടുത്തേ. ഹല്ലേലൂയാ, ഹല്ലേലൂയാ, ഹല്ലേലൂയാ. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ദൈവം ഇടപെടുന്നു. ഈ ചെറുപ്പക്കാരൻ സാക്ഷ്യം പറഞ്ഞ് മാറിക്കഴിഞ്ഞപ്പോൾ ദാണ്ടെ വേറൊരു ചെറുപ്പക്കാരൻ കയറി വന്നു. ഞാൻ അവനെ കണ്ട് ഞെട്ടി. കാരണം ആ ചെറുപ്പക്കാരൻ പോട്ട ആശ്രമത്തിൻ്റെ ഒരു അംഗമാണ്. പേര് ജോയേൽ. ഇവിടെ ഉണ്ട്. ഈ ജോയേൽ കയറി വന്നിട്ട് പറഞ്ഞു, എനിക്ക് സ്റ്റേജിൽ നിൽക്കാൻ പേടിയായിരുന്നു, ദേ ഞാൻ നിൽക്കുന്നു. എന്നിട്ട് ഇവൻ പറഞ്ഞു, ഞാൻ ഇടുക്കി സ്വദേശിയാണ്, എൻ്റെ ജീവിതത്തിൽ കുറേ അധികം കുറവുകൾ. കഴിഞ്ഞ 1.5 വർഷമായിട്ട് ഞാൻ ഈ പോട്ട ആശ്രമത്തിലുണ്ട്. പലരും പറഞ്ഞടാ നീ ഒരു ധ്യാനം കൂട്, ധ്യാനം കൂട്, ധ്യാനം കൂട്. ധ്യാനം. പിന്നെ അവനിവിടെ വണ്ടി ഓടിക്കാൻ വേണ്ടി വന്നവനാണ്. ഇവൻ നാട്ടിൽ പല 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 പരിപാടികളുമായിട്ട് നടക്കുമായിരുന്നു. അങ്ങനെ പരിപാടികളൊക്കെ ആയിട്ട് നടക്കുമ്പോൾ ഒരു കൂട്ടുകാരൻ വിളിച്ചു പറഞ്ഞടാ, നിനക്ക് വണ്ടി ഓടിക്കാൻ ഭയങ്കര ക്രൈസാണല്ലോ, നിന്നെ ഒരു കാര്യം ചെയ്യാം, ഒരു സ്ഥലത്ത് നിന്നെ വണ്ടി ഓടിക്കാൻ വിടാം. അപ്പോൾ ഇവൻ ചോദിച്ചു, എത്ര രൂപ കിട്ടും? അതൊക്കെ തരാമെന്ന് പറഞ്ഞു. നീ നാളെ നേരം വെളുക്കുമ്പോൾ 3 മണിക്ക് എഴുന്നേറ്റ് പൊക്കോണം, ഇന്നത് അഡ്രസ്സ്. ഇവൻ ഈ അഡ്രസ്സ് കയറി വന്നത് എവിടെയാണെന്നറിയോ? ദേ നമ്മുടെ ഗേറ്റ് കടന്ന് പോട്ട ആശ്രമത്തിൽ. ഇവിടെ വന്നപ്പോഴാണ് പോട്ട ആശ്രമം, ദൈവമേ. അവൻ കണക്ക് കൂട്ടി, ഞാൻ ഇവിടെ ഒരാഴ്ച നിൽക്കുള്ളൂ. കാരണം ഈ അന്തരീക്ഷം എനിക്ക് പറ്റിയതല്ല. നാട്ടിൽ ഇടുക്കിയിൽ അടിച്ചു പൊളിച്ച് കൂട്ടുകാരുടെ കൂട്ടത്തിൽ അവൻ പല പരിപാടിയും കൊണ്ട് നടത്തിക്കൊണ്ടിരിക്കുമ്പോഴും പോട്ട ആശ്രമത്തിൽ തളയ്ക്കപ്പെട്ട ജീവിതം. ദൈവപിണി എന്ത് ചെയ്യും? ആ മിടുക്കൻ പറഞ്ഞത്, ഒരാഴ്ച മാത്രം താമസിക്കാൻ വന്ന ഞാനിപ്പോൾ 1.5 വർഷമായിട്ട് ഇവിടെ നിൽക്കുന്നു എന്ന് മാത്രമല്ല, എൻ്റെ ജീവിതത്തിൽ കർത്താവ് അത്ഭുതകരമായിട്ട് ഇടപെട്ടുകൊണ്ടിരിക്കുന്നു. നല്ല കയ്യടി കർത്താവായി ഈശോയ്ക്ക് കൊടുത്തേ. ഹല്ലേലൂയാ. എൻ്റെ പ്രിയപ്പെട്ട ദൈവജനമേ, ഒരു കാര്യം വിശ്വസിച്ചു, നിങ്ങൾ ആര് തന്നെയാണെങ്കിലും, നിങ്ങളുടെ ജീവിത അവസ്ഥ എന്തു തന്നെയാണെങ്കിലും ഒരു കാര്യം കർത്താവ് ഉറപ്പ് നൽകുന്നു. നീ നിന്റെ ജീവിതത്തെ കർത്താവിന് സമർപ്പിച്ചു കഴിഞ്ഞാൽ നിന്റെ ജീവിതത്തിൻ്റെ കാര്യങ്ങൾ, ഭൗതിക മേഖല, രോഗപീഠകൾ, നീ കണക്ക് കൂട്ടിക്കൊണ്ട് നടക്കുന്ന ഏത് കാര്യത്തിലും നിന്റെ കർത്താവ് ഇടപെടും. വിശ്വസിക്കുന്നവര് 2 കരങ്ങൾ ഉയർത്തി ഒന്ന് കൈയടിച്ച് ഈശോയ്ക്ക് നന്ദി പറഞ്ഞേ. ഹല്ലേലൂയാ, ഹല്ലേലൂയാ, ഹല്ലേലൂയാ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയാ. അപ്പൊ അതായത് നിന്റെ ദൈവമായ കർത്താവിനെ നീ ആരാധിക്കുക, അപ്പോൾ നിന്റെ ഭക്ഷ്യവും പാനീയവും ആശീർവദിക്കപ്പെടും എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? നമ്മുടെ ഭൗതിക മേഖലകൾ അനുഗ്രഹിക്കപ്പെടും. രണ്ടാമതായിട്ട് പറയുന്നു, രോഗപീഠകൾ, ശാരീരികമോ മാനസികമായ ഏത് പീഡകൾ സൗഖ്യപ്പെടും. മൂന്നാമതായിട്ട് പറയുന്നത് എന്താണ്? നിങ്ങളുടെ ദേശത്ത് ഗർഭഛിദ്രമോ വന്ധ്യതയോ ഉണ്ടാവുകയില്ല എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? എന്ന് പറഞ്ഞാൽ എൻ്റെ പ്രിയരെ, തലമുറകൾ അനുഗ്രഹിക്കപ്പെടും ആ വാക്കിന്റെ അർത്ഥം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയാ. തലമുറകൾ അനുഗ്രഹിക്കപ്പെടും. ഒരു കുഞ്ഞ് എന്ന് പറയുന്നത് ദൈവത്തിന്റെ ദാനമാണ്. സങ്കീർത്തനം നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. സങ്കീർത്തനം അല്ലേ, ഒന്ന് വായിച്ച സങ്കീർത്തനം 127 വചനം 3. അറിയാവുന്ന വചനമായിരിക്കും, എങ്കിലും ഒന്ന് ഒച്ചത്തിൽ പറഞ്ഞേ. കർത്താവിന്റെ കേട്ടില്ല. ദാനമാണ് മക്കൾ. ആ ഒച്ചത്തിൽ പറഞ്ഞേ. കർത്താവിന്റെ ദാനമാണ് മക്കൾ. ആ, ഉദരഫലം ഒരു സമ്മാനവും. ഉദരഫലം ഒരു സമ്മാനം. എഴുതി വെച്ച് പ്രാർത്ഥിച്ചോണം കേട്ടല്ലോ. കുഞ്ഞുങ്ങൾ ഉണ്ടാകാൻ വേണ്ടി പ്രാർത്ഥിക്കുന്ന ദമ്പതികൾ, ഗ്രാൻഡ് പേരൻസ് ഒക്കെ ഈ വചനം എഴുതി വെക്കണം. സങ്കീർത്തനം 127 വചനം 3. അപ്പൊ ചിലപ്പോൾ ഇപ്പോഴത്തെ ന്യൂജൻ ദമ്പതികൾ ചിന്തിക്കും, ഞങ്ങളുടെ കഴിവാണോ? അല്ലെന്ന്, ദൈവം കൊടുക്കുന്നതേ ഉള്ളൂ. പലരുടെയും കണക്കുകൂട്ടൽ എന്താ? അവർ 2 വർഷത്തേക്ക് ആദ്യം ഹണിമൂൺ അവരാഘോഷിക്കുന്നു. ഞങ്ങളുടെ ഇടയിൽ ഇനി 3-മതൊരാൾക്ക് ഇപ്പോൾ സ്ഥാനമില്ല. ഇനി ഞങ്ങൾ പദ്ധതിയിട്ട, ഞങ്ങൾ ആലോചിച്ച് വെക്കുന്ന സമയത്ത് കുഞ്ഞ്. അതല്ല, ദൈവമാണ് ഒരു കുഞ്ഞിനെ നൽകുന്നത്. ഉദരഫലം തമ്പുരാന്റെ സമ്മാനം. പ്രൈസ് ദി ലോർഡ്. ദൈവം തന്നെങ്കിലേ ഉള്ളൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിശുദ്ധ ഗ്രന്ഥം ആവർത്തിച്ച് പഠിപ്പിക്കുന്നതാണ്. ദൈവമാണ് ജീവന്റെ ഉറവിടം. സ്വരത്തിൽ പറഞ്ഞ ഹല്ലേലൂയാ, ഹല്ലേലൂയാ, ഹല്ലേലൂയാ. അതുകൊണ്ടാണ് സന്താന സമ്പത്ത് അതൊരു സമ്പത്തായിട്ട് തന്നെയാണ് വിശുദ്ധ ഗ്രന്ഥം പഠിപ്പിക്കുന്നത്. പഴയ നിയമത്തിൽ പ്രത്യേകിച്ച് സാറായുടെ ജീവിതത്തിൽ അല്ലെ, ഉൽപ്പത്തി പുസ്തകം 21-ാം അധ്യായം 1-2 തിരുവചനം സാറാമേനെ കുറിച്ച് പറയുന്നുണ്ട്. വീണ്ടും റാഹേലിനെ കുറിച്ച് പറയുന്നു. ഉൽപ്പത്തി പുസ്തകം 30-ാം അധ്യായം അതിന്റെ 22-ാം തിരുവചനം. സാമുവേലിന്റെ പ്രവചന പുസ്തകം 1-ാം അധ്യായം ഹന്നാമയെ കുറിച്ച് പറയുന്നുണ്ട്. നമ്മുടെ പുതിയ നിയമത്തിൽ എലിസബത്തിനെ കുറിച്ച് ലൂക്കാസ് വിശേഷം 1-ാം അധ്യായം പഠിപ്പിക്കുന്നു. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉദരഫലം തമ്പുരാന്റെ സമ്മാനം. തലമുറകൾ അനുഗ്രഹിക്കപ്പെടും. പ്രൈസ് ദി ലോർഡ്. 2 കരങ്ങളൊന്ന് ഉയർത്തിപ്പിടിച്ചേ.
പ്രത്യേകിച്ച് തലമുറകളിൽ എന്തെങ്കിലും തടസ്സങ്ങൾ ഉള്ളവരൊന്ന് പ്രാർത്ഥിച്ചോ. നിന്റെ ദൈവമായ കർത്താവിനെ ആരാധിക്കണം. ആരാധിക്കുമ്പോൾ തലമുറകൾ അനുഗ്രഹിക്കപ്പെടും. ഒരുപക്ഷെ കരങ്ങൾ ഉയർത്തി പ്രാർത്ഥിക്കുമ്പോൾ കുടുംബത്തിൽ വിവാഹ തടസ്സമുണ്ടെങ്കിൽ അത് പ്രാർത്ഥിക്കൂ, കർത്താവ് ആ തടസ്സം മാറ്റും. നിന്റെ ആരാധന സ്വർഗത്തിലേക്ക് ഉയർത്തപ്പെടുമ്പോൾ തടസ്സം മാറ്റപ്പെടും. കുടുംബത്തിൽ തലമുറകളായി നിങ്ങളുടെ കുടുംബത്തിൽ സ്വത്ത് വീതം വെപ്പ് നടന്നിട്ടില്ലെങ്കിൽ അതിനെ വെച്ച് പ്രാർത്ഥിച്ചേ. കുടുംബത്തിൽ സഹോദരങ്ങൾ തമ്മിൽ കലഹങ്ങൾ ഉണ്ടെങ്കിൽ അതിനെ സമർപ്പിച്ചൊന്ന് പ്രാർത്ഥിച്ചേ. കുടുംബത്തിൽ കുഞ്ഞില്ലാത്തതിന് ദുഃഖവുമായിട്ട് ഭാരപ്പെടുന്നവരുണ്ട്, പ്രാർത്ഥിച്ചേ. ഏതെങ്കിലും വിവാഹ ബന്ധത്തിൽ തകർച്ചകളും ഡിവോഴ്സിനെ കുറിച്ചൊക്കെ ചിന്തിക്കുന്നവരുണ്ടാവും, ആ മേഖലകളൊന്ന് പ്രാർത്ഥിച്ചേ. കർത്താവ് ആ ബന്ധങ്ങളെ ഒന്ന് വിശുദ്ധീകരിക്കട്ടെ. 2 കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ഈ ആരാധനയാണ് എൻ്റെ വിടുതല്. ഓ കർത്താവ്, ഞങ്ങൾ വിശ്വസിക്കുന്നു, വിശ്വസിക്കുന്നു, വിശ്വസിക്കുന്നു. ഒന്ന് ചാടി എഴുന്നേറ്റ്, ചാടി എഴുന്നേറ്റ് 2 കരങ്ങൾ ഉയർത്തിപ്പിടിച്ചോ. ദൈവസന്നിധിയിൽ ഉയർത്തിപ്പിടിച്ച് തലമുറകളിലായിട്ടുള്ള കുടുംബങ്ങളുടെ ഭാരങ്ങൾ കർത്താവ് മാറ്റുവാൻ കരങ്ങൾ ഉയർത്തി വിളിക്കുന്നു. ഈശോയേ, ഈ ആരാധന എന്റെ വിടുതലാണ്. കൈയടിച്ച് പഠിക്കേ, കരങ്ങൾ ഉയർത്തി കൈയടിച്ചാലോ. യെസ്, ഒരുമിച്ച്. ഈ ആരാധന എന്റെ വിടുതലാണ്. ഈ ആരാധന എന്റെ ആനന്ദമാണ്. ഈ ആരാധന എന്റെ സൗഖ്യമാണ്. ഈ ആരാധന എന്റെ സന്തോഷമാണ്. പഠിക്കേ, ഈ ആരാധന, ഈ ആരാധന. ഒരിക്കൽ കൂടെ, ഒരിക്കൽ കൂടെ. എന്റെ വിടുതലാണ്. ഈ ആരാധന എന്റെ ആനന്ദമാണ്. ഈ ആരാധന എന്റെ സൗഖ്യമാണ്. ആമേൻ, സന്തോഷമാണ്. ഒരിക്കൽ കൂടെ. എന്റെ വിടുതലാണ്. ഈ ആരാധന എന്റെ, ഈ ആരാധന ഈശോ. കരങ്ങൾ ഉയർത്തി ഈശോയെ എന്ന് വിളിച്ച് സ്തുതിക്കട്ടെ, 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 സ്തുതിക്കട്ടെ. ദൈവത്തിന്റെ ആത്മാവ് അത്ഭുതകരമായിട്ട് പ്രവർത്തിക്കട്ടെ. ഒരു പുതിയ അഭിഷേകം, ഒരു പുതിയ ശക്തി ദൈവമക്കളിലേക്ക് വെളിപ്പെടട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. എൻ്റെ പ്രിയരെ, ഈ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിൻ്റെ അത്ഭുത സാന്നിധ്യം നമ്മുടെ ജീവിത അവസ്ഥകളെ മാറ്റിമറിക്കുന്ന സമയമാണ്. ഓരോ വ്യക്തിയും വിശ്വസിക്കുക, എൻ്റെ മേൽ കർത്താവ് അത്ഭുതകരമായി ഇടപെടുന്ന സമയമാണ്. ഈശോയെ, ഈ ആരാധന സമയം എൻ്റെ ചിന്തകളെയും വികാരങ്ങളെയും വിചാരങ്ങളെയും ആലോചനകളെയും കർത്താവെ വിശുദ്ധീകരിച്ചു എന്നെ ഒരു പുതിയ അഭിഷേകത്തിലേക്ക് നയിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധ പരമാമാം ദിവ്യകാരുണ്യമേ, എൻ്റെ ജീവിതത്തെ സമ്പൂർണമായി ഞാനിതാ സമർപ്പിക്കുന്നു. സാധിക്കുന്നവർ ഒന്ന് കുനിഞ്ഞ് ശിരസ് തറയിലൊക്കെ ഒന്ന് മുട്ടിക്കാൻ പറ്റുമെങ്കിൽ ഒന്ന് മുട്ടിച്ചു. കർത്താവേ, എൻ്റെ ജീവിതത്തെയാണ് ഞാൻ സമർപ്പിക്കുന്നത്. പരിശുദ്ധ പരമമാം ദിവ്യകാരുണ്യമേ, ചേർന്ന് പാടി പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവരും തങ്ങളുടെ ജീവിതത്തെ ഈ അൾത്താരിൽ സമർപ്പിക്കുന്നു. പരിശുദ്ധ പരമമാം ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്കാരാധന. ചേർന്ന് പാടി. പരിശുദ്ധ പരമമാം ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്കാരാധന.